Hi my dears, welcome back to a very new video. So ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രില്യൻറ്റ് അല്ലെങ്കിൽ എൻ്റെ ബ്രില്യൻറ്റിൻ്റെ 2-year ജേർണീനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ 2-year ബ്രില്യൻറ്റിൻ്റെ ജേർണിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ലോങ് ജേർണിയാണ്, 2 years ആണ്. അപ്പോൾ വലിയൊരു ജേർണിയാണ്, എൻട്രൻസ് ആണ്. എന്താ പറയുക, ഈ ഒരു ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷകരമായ ഒരു ജേർണി ഒന്നും അല്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ലൈഫിൽ ഒരിക്കലും ആഗ്രഹിക്കാൻ ഇഷ്ടപ്പെടാത്ത 2 വർഷങ്ങളാണ് കടന്നുപോയ ഈ 2 വർഷങ്ങൾ. സോ എൻ്റെ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 2023 ജൂൺ ഒരു 13-14 ആ ഒരു ടൈമിലാണ് ഞാൻ പോവുകയാണ്. അതിന് മുമ്പ് അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കൺട്രോൾഡ് ഹോസ്റ്റലായിരുന്നു കിട്ടിയിരുന്നത്. കൺട്രോൾഡ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്നത്ത് സ്നേഹാലയം എന്ന് പറയുന്ന ഒരു ഹോസ്റ്റലാണ് കിട്ടിയത്. ഞാൻ ജൂൺ 14 പോവുകയാണ്. ജൂൺ 14 തോന്നുന്നു, എനിക്ക് ഡേറ്റ് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ഞാൻ പോവുകയാണ്. എൻ്റെ വാപ്പിയുടെ സിസ്റ്ററിൻ്റെ എന്താ പറയുക മകളും മകളുടെ ഹസ്ബൻഡും ഉമ്മയായിട്ട് ഞങ്ങൾ പോവുകയാണ്, കോട്ടയത്ത് പോവുകയാണ്. സോ കോട്ടയത്ത് എത്തി മെയിൻ ബ്രില്യൻറ്റ് ക്യാമ്പസിലെ ഡി ബ്ലോക്ക് കണ്ടു. ഡി ബ്ലോക്കിൽ കയറിയപ്പോൾ ഒരു സ്വർഗ്ഗമായിരുന്നു ആക്ച്വലി. ഇത്രയും നാൾ നമ്മുടെ നാട്ടുമ്പുറത്ത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ട് ആ ഒരു പ്ലേസിലോട്ട് പോകുന്നപ്പോൾ ഇനി ഞാൻ ഇവിടെ ആണല്ലോ പഠിക്കുന്നത്. ഓക്കെ, ഞാനിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, ഞാൻ ഇനി ഇവിടെ ആണല്ലോ പഠിക്കുന്നത്, ഇത്രയും വലിയൊരു ക്യാമ്പസിലാണല്ലോ പഠിക്കുന്നത്. നമ്മളങ്ങനെ അവിടുത്തെ ക്ലാസ്സൊക്കെ കാണുന്നു. എന്താ പറയുക, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും, പുതിയ സ്ഥലം. എൻ്റെ സ്ഥലം കൊല്ലത്താണ് കേട്ടോ, എൻ്റെ നാട് കൊല്ലമാണ്. സോ അവിടുന്ന് കോട്ടയത്ത് പുതിയൊരു സ്ഥലം, ഈ ഹോസ്റ്റൽ ലൈഫ് കാര്യങ്ങൾ, ഇത്രയും നാൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങൾ, ഓക്കെ, പുതിയ എക്സ്പീരിയൻസുകൾ ചെയ്യാൻ പോവാണ്. സോ ബ്രില്യൻ്റ് ക്യാമ്പസൊക്കെ കണ്ടു. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ പോവാണ്. ഹോസ്റ്റലിൽ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഭയങ്കര ഹോംസിക്കുള്ള ഒരാളാണ്. ഭയങ്കര വിഷമമായിരുന്നു, കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ. ഉമ്മയും വാപ്പയൊന്നും, ഞാൻ ഒരാളാണ്, ഞാൻ സിംഗിൾ ചൈൽഡാണ്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ വിട്ട് നിന്നിട്ടൊന്നുമില്ല ഇതുവരെ. അപ്പോൾ എല്ലാവർക്കും, ആദ്യമായിട്ട് വിട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഒരു ഹോം സിക്നെസ് കാണുമല്ലോ. ആ ഒരു സാധനം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്താ പറയുക, അങ്ങനെ ഒരു റൂമിൽ പോവാണ്. എനിക്കൊരു റൂം കിട്ടി. എൻ്റെ റൂം നമ്പർ ഒന്നും ഓർമ്മയില്ല. അങ്ങനെ റൂം കിട്ടി. 2 ഫ്രണ്ട്സ്, മൂന്ന് പേരായിരുന്നു. 2 പേരുണ്ടായിരുന്നു, റൂംമേറ്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ്, കുറച്ച് നാളൊന്നുമല്ല, അങ്ങനെ ഒരു 2-3-4 ദിവസമൊക്കെ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ടൈമിൽ നമുക്ക് ഫോൺ തരും. നമ്മളതിന് അപ്പോൾ തന്നെ ഫോണൊന്നും മേടിച്ച് വെക്കില്ല. ആദ്യത്തെ ഒരു 1 വീക്കൊക്കെ നമുക്ക് ഫോണൊക്കെ കൈ തരും. അങ്ങനെ ഫോണൊക്കെ കിട്ടി, വീട്ടിലൊക്കെ വിളിച്ചു. ഫുഡൊക്കെ അടിപൊളി ഫുഡ് കാര്യങ്ങൾ. ഇന്ന് രാത്രി ചിക്കൻ, ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, കോളിഫ്ലവർ തോരൻ കാര്യങ്ങൾ, അങ്ങനെ നല്ല നല്ല ഫുഡുകൾ. അപ്പോൾ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നെ അടിപൊളി ഫുഡാണ്, അടിപൊളി ലൈഫാണ്, കാര്യങ്ങളൊക്കെ സെറ്റാണ്, എല്ലാം അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഒന്നാമത്തെ ദിവസം ഓറിയൻറ്റേഷൻ ക്ലാസ്സാണ്. 2ാമത്തെ ദിവസമൊക്കെ ആയി, പഠിപ്പിക്കുന്നുണ്ട്. സാറുമാരിങ്ങനെ മാറി വരുന്നത്. നമ്മൾ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ബുക്സ് ഒന്നുമല്ല. ബുക്സ് ആണെങ്കിൽ നമുക്ക് എത്ര ബുക്സ് വേണ്ടി വരുമെന്ന് പറയാൻ, കാരണം സാറുമാർ പല ടൈമിലൊക്കെയാണ്, അവൈലബിലിറ്റി അനുസരിച്ചാണ് ബ്രില്യൻറ്റിലെ സാറുമാർ വരുന്നത്. സോ നമ്മൾ പേപ്പറാണ് മോസ്റ്റ്ലി പ്രിഫർ ചെയ്യല്. എന്ന് വെച്ചാൽ നമ്മുടെ ടൈം ടേബിൾ തന്നാൽ പോലും ചിലപ്പോൾ സാറുമാരുടെ ഷോർട്ടേജ് വരികയാണെങ്കിൽ വേറെ സബ്ജക്റ്റ് പഠിപ്പിക്കാനുള്ള സാറുമാരൊക്കെ വരും. അങ്ങനെ പേപ്പറിലൊക്കെ നോട്ടൊക്കെ എഴുതി സെറ്റൊക്കെ ആക്കി ഫസ്റ്റ് വീക്കിലി എക്സാം വരികയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫസ്റ്റ് വീക്കിലി എക്സാമിന് എൻ്റെ സ്കോർ എന്ന് പറയുന്നത് 409 ആയിരുന്നു. അന്ന് ആ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറേ നെഗറ്റീവ്. അങ്ങനെ ഞാൻ മിസ്സിൻ്റെ റൂമിൽ പോയിട്ട് മിസ്സിൻ്റെ അടുത്ത് ഇങ്ങനെ വിഷമം പറയുന്നു, മിസ്സേ എനിക്ക് ഭയങ്കര നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ മിസ്സ് പറഞ്ഞതൊന്നും സാരില്ലടാ, ഫസ്റ്റ് ടൈം അല്ലേ, കുഴപ്പമൊന്നുമില്ല, ഇനി ശ്രദ്ധിച്ചാൽ മതി, കൂടുതൽ നെഗറ്റീവും കാര്യങ്ങളൊന്നും വരാണ്ട് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് മിസ്സ് കുറേ ടിപ്സും ട്രിക്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ആൻഡ് അങ്ങനെ ഫസ്റ്റ് എക്സാം കഴിഞ്ഞു. സെക്കൻഡ് വീക്ക് ആയപ്പോഴത്തേനും എന്താ പറയുക, മനസ്സിലായി ഭയങ്കര ടഫാണെന്ന് മനസ്സിലായി. കാരണം അറിയില്ലല്ലോ, +1 +2 കഴിഞ്ഞു. +1 +2 എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പഠിച്ച് നമ്മൾ ഓരോ യൂട്യൂബ് ക്ലാസ്സും കണ്ട് പോയിരുന്ന് സബ്ജക്റ്റീവ് എക്സാംസ് എഴുതുന്ന പോലെ അല്ലല്ലോ എൻട്രൻസ്. സോ അത് തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാരണം +1 +2 10th അതൊന്നും അല്ല എൻട്രൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയുള്ള 8th 9th 10th സ്റ്റുഡൻസ് ഒക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പേരൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്താ പറയുക, എൻട്രൻസിന് MBBS എഞ്ചിനീയറിംഗ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങണം. നമ്മൾ വിചാരിക്കും +1 +2 പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ മേടിക്കുന്നവരുണ്ട്. പക്ഷേ സ്ട്രെസ്സ് കുറഞ്ഞ് കിട്ടും. എങ്കിലും ചോദിക്കും, ഈ ഒരു കുഞ്ഞിലെ നമ്മൾ ഇത്രയും സ്ട്രെസ് എടുക്കണമെന്ന്. ആക്ച്വലി നമ്മളൊരു ഡ്രീമിന് വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മൾ കുറേ സ്ട്രെസ്സും കുറേ സാക്രിഫൈസും കാര്യങ്ങളൊക്കെ എടുത്തേ പറ്റൂ. അതൊക്കെ എടുത്തിട്ട് കിട്ടാണ്ട് വരുമ്പോഴായിരിക്കും നമുക്ക് ഭയങ്കര, ഇപ്പോൾ മെനഞ്ഞാന്നത്തെ എക്സാം കഴിഞ്ഞ പോലെ, മെനഞ്ഞാന്നത്തെ എക്സാം ഞാൻ കമൻസൊക്കെ കണ്ടിട്ടുണ്ട്. കൂടുതൽ പേരൻസാണ് എന്നെ കുറേ പേര് നല്ല നല്ല കമൻസുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ്, എനിക്ക് കുറേ കമൻസൊക്കെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എനിക്ക് പറഞ്ഞു തരുന്ന പോലത്തെ ഒരു ഫീലൊക്കെ തോന്നിയിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല അവരോടൊക്കെ. ആൻറ്റിമാരായാലും അങ്കിൾസ് ആയാലും ഒക്കെ കുറേ നല്ല, എന്താ പറയുക, 14K+ വ്യൂസ് ഒക്കെ ഉണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ഇത്രയും വ്യൂസൊക്കെ കിടക്കുമെന്ന് തോന്നുന്നു. സോ അങ്ങനെ സെക്കൻഡ് വീക്കിലി എക്സാം വന്നപ്പോൾ എൻ്റെ സ്കോർ എന്ന് പറയുന്നത് 407 ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് അതൊക്കെ കറക്റ്റായിട്ട്. അങ്ങനെ ഭയങ്കര ഇതായി. അപ്പോഴത്തേനും എൻ്റെ റൂംമേറ്റ്സിനൊക്കെ കുറച്ച് മാർക്കൊക്കെ കൂടുതൽ കിട്ടാൻ തുടങ്ങി. അപ്പോഴാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും നമ്മളെക്കാട്ടി നല്ല മാർക്കൊക്കെ കിട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക്
അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സൊരു കാര്യം പറയും, ഇതെന്താ നിനക്കൊന്നും മാർക്ക് കിട്ടാത്തേ, അവർക്കൊക്കെ മാർക്ക് കിട്ടുന്നുണ്ടല്ലോ. അവിടെയാണ് നമ്മുടെ കമ്പാരിസൺ വരുന്നത്. എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ് കമ്പയറിങ്. നമ്മൾ ആരെയും മാർക്ക് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്. നമ്മളുടെ മാർക്സ് വെച്ച് തന്നെ നമ്മൾ കമ്പയർ ചെയ്യണം. ഓരോ വട്ടം നമ്മുടെ സ്കോർ എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്ന് നോക്കണം. അല്ലാണ്ട് നമ്മൾ വേറെ ആൾക്കാരുടെ മാർക്സ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോകും. എനിക്കങ്ങനെ വിട്ടുപോയിട്ടുണ്ട്. സോ തേർഡ് വീക്കിലി എക്സാം ഒന്ന് ഭയങ്കര ടഫ് പഠിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സബ്ജക്റ്റിനകത്തോട്ടൊക്കെ കയറി കഴിഞ്ഞു. ഭയങ്കര ടഫ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണെന്നൊന്നും അറിയാൻ വയ്യ. അങ്ങനെ തേർഡ് വീക്കിലി എക്സാമിന് എൻ്റെ സ്കോർ എന്ന് പറയുന്നത് 478 ആയിരുന്നു. വിഷമം തുടങ്ങി. കാരണം വീട്ടിൽ മാറി നിൽക്കുന്നു, ഫോൺ മേടിച്ച് വെച്ചു. 3 ദിവസം 1 മണിക്കൂർ വെച്ചിട്ട് നമുക്ക് ഫോൺ തരും. അപ്പോഴേ നമുക്ക് വിളിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ വീട്ടിൽ വിളിച്ചിട്ട് കരച്ചിൽ തുടങ്ങി. ബ്രില്യനിൽ പഠിക്കുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ മാറി നിന്ന് പഠിക്കുന്ന എല്ലാവരുടെയും ഒരു ആദ്യത്തെ അവസ്ഥയ്ക്ക് ഇതായിരിക്കും, കരച്ചിൽ. വീട്ടിൽ വിളിച്ചിട്ട് നിർത്താതെ കരച്ചിൽ. വീട്ടിലുള്ളവർക്ക് ടെൻഷൻ, ഉമ്മിക്കും പാപ്പിക്കൊക്കെ ഭയങ്കര ടെൻഷൻ. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, ഞാൻ +1 +2 ഓൺലൈനിൽ പഠിച്ച്, ഞാൻ എന്തായാലും എൻട്രൻസ് ഓൺലൈൻ പഠിച്ച് മേടിക്കും ഉമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ. അപ്പം പറഞ്ഞു അന്ന ഒന്ന് വെയിറ്റ് ചെയ്യും, നമ്മൾ 1 മന്ത് ആവാൻ പോകുന്നേ ഉള്ളൂ. അത് മാത്രമല്ല എനിക്ക് ഭയങ്കര സ്റ്റൊമക്ക് പെയിൻ വരാൻ തുടങ്ങി. ചിക്കനും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് സ്റ്റൊമക്ക് പെയിൻ വരാൻ തുടങ്ങി. അങ്ങനെ 4th വീക്കിലി എക്സാം കഴിഞ്ഞപ്പോഴാണ് അവിടെ മഴ കോട്ടയൊക്കെ പെട്ടെന്ന് വെള്ളം നിറയുന്നതാണ്. അപ്പോൾ മഴ വരുന്നത്. സോ മഴ വന്ന് കുറച്ച് ദിവസം എനിക്ക് തോന്നുന്നു ഒരു 1 വീക്കൊക്കെ ആണെന്ന് തോന്നുന്നു അടച്ചിട്ടിട്ടുണ്ട്. ക്ലാസ് ഇല്ലായിരുന്നു. ഒരു 3 ദിവസം കണ്ട ക്ലാസ് ഇല്ലായിരുന്നു. ആ ടൈമിലൊക്കെ ഫുള്ള് വീട്ടിൽ വിളിച്ചിട്ട് കരച്ചിലാണ്. എനിക്ക് പറ്റുന്നില്ല, വയറുവേദന, ഭയങ്കര സ്റ്റൊമക്ക് പെയിൻ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു ലാസ്റ്റ് കുറേ മിസ്സുമാരത്തൊക്കെ സംസാരിച്ചിട്ടൊരു തീരുമാനത്തിലെടുത്തു. ഓക്കെ വരാം, വീട്ടിലോട്ട് വരാം. അങ്ങനെ ഓൺലൈൻ ആവാമെന്ന് വിചാരിച്ചു. ആ ടൈമിൽ ഡേ സ്കോളർ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലേ. അങ്ങനെ ഓൺലൈനിലോട്ടാവുകയാണ്. ഓൺലൈനിലോട്ടായതിനു ശേഷം ഞാൻ ഓൺലൈൻ കോട്ടയത്തു നിന്ന് എല്ലാം നിർത്തി, എല്ലാം പാക്കൊക്കെ ചെയ്ത് നേരെ വീട്ടിൽ വരികയാണ്. ഓൺലൈനിലാവുകയാണ്. ഓൺലൈനിലായപ്പോഴത്തേനും എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R27 ഏതോ ഒരു ബാച്ചാണ്. അങ്ങനെ ഏതോ ഒരു 6 വെച്ചിട്ട് RTO ഏതോ ഒരു ബാച്ചാണ്. ആ ബാച്ചിൽ കയറിയപ്പോഴത്തേനും നമ്മുടെ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, അറ്റോമിക് സ്ട്രക്ചർ, കെമിക്കൽ ബോണ്ടിങ്, ഇക്വിലിബ്രിയം, ഈ 4 ചാപ്റ്റേഴ്സ് കെമിസ്ട്രി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിസിക്സിനകത്ത് മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി, ഈ 4 ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബയോളജി നിയർലി 10 ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ഒരു ബാച്ചിലാണ് എന്നെ ചേർത്തത്. ആൻഡ് ഐ വാസ് ലൈക്ക്, എനിക്ക് എങ്ങനെ ഇത്രയും പെൻഡിങ് ആണ്, ഇത്രയും കണ്ടു തീർക്കണം. അതും ബ്രില്യനിലെ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നല്ല ലെങ്തി ആണ്. നല്ല ഡീറ്റെയിൽ ആയിട്ട് ബേസ് മുതൽ എടുക്കുന്ന ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ലെങ്തി ആണ്. ഇത് ഫുള്ള് കണ്ടു തീർക്കണം. അപ്പോൾ മിസ് പറഞ്ഞു പതുക്കെ പിന്നെ ഓൺഗോയിങ് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ കണ്ടു തീർക്കുകയും വേണം, പെൻഡിങ് തീർക്കുകയും വേണം. അങ്ങനെ എന്നെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ കുറേ ക്ലാസ്സുകൾ ഞാൻ പെൻഡിങ്സ് കവർ ചെയ്തു. ഓൺഗോയിങ് ക്ലാസ് ഇതാക്കി കണ്ടു. അങ്ങനെ ഒരു സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ആവാൻ തുടങ്ങി. ഒന്നും തീരുന്നില്ലല്ലോ. വീക്കിലി എക്സാംസിനൊക്കെ മാർക്സ് ഭയങ്കര കുറവ്. 400 to 500 റേഞ്ചിൽ കിടന്ന ഞാൻ 300-ലോട്ടൊക്കെ വരാൻ തുടങ്ങി. ഓൺലൈൻ എക്സാംസ് ഇടുമ്പോൾ 300-ലോട്ടൊക്കെ വരാൻ തുടങ്ങി. ടെൻഷൻ ആവാൻ തുടങ്ങി. അബദ്ധമായോ അവിടെ നിന്ന് വന്നതെന്ന്. ആക്ച്വലി അവിടെ നിന്ന് വന്നത് ഒരബദ്ധമായിരുന്നു. അതിനുശേഷം എനിക്ക് സ്റ്റൊമക്ക് പെയിൻ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ സ്റ്റൊമക്ക് പെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് എനിക്ക് PCOD വരുന്നത്. PCOD എന്നെ വല്ലാണ്ട് ചതിച്ചു എന്നൊക്കെ പറയാം. കാരണം ഇപ്പോഴുണ്ട് കേട്ടോ. ഇപ്പോഴും PCOD ഇപ്പോൾ റിപ്പീറ്റ് ഹോസ്റ്റലായിരുന്നല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് PCOD നല്ല ഹൈ ആയിട്ടുണ്ട്. സിസ്റ്റിക് ഹെമറേജ് ഒക്കെ ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ എന്നാലും എല്ലാം കഴിഞ്ഞല്ലോ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ PCOD വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. PCOD ഉള്ളവർക്ക് അറിയാം, ഭയങ്കര ബുദ്ധിമുട്ടാണത്. സ്റ്റൊമക്ക് പെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ PCODയും എൻ്റെ ഫേസിൻ്റെ പിമ്പിൾസ് കാര്യങ്ങൾ അതൊക്കെ പോട്ടെ, അതൊക്കെ വേറെ. പക്ഷേ PCODയുടെ സ്റ്റൊമക്ക് പെയിന്, നമ്മുടെ എക്സാംസ് കാര്യങ്ങൾ, പ്രിപ്പറേഷൻസ് ഒക്കെ ആയി ആകെ കുളമായി. എന്നെ പറ്റുന്ന അങ്ങനെ ലാസ്റ്റൊക്കെ ഞാൻ വെച്ചോക്കെ ബയോളജിയും കെമിസ്ട്രിയും നോക്കാം. ഫിസിക്സ് ഭയങ്കര ടഫ്. ഫിസിക്സ് ക്ലാസ്സൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഒന്നും അങ്ങോട്ടൊരു എന്താ പറയണ്ടേ, ഒന്നും സെറ്റ് ആവുന്നില്ല. അങ്ങനെ ഫിസിക്സിനകത്തോട്ട് കുറച്ച് ഫോക്കസ് കുറച്ചുകൊണ്ട് ഞാൻ കെമിസ്ട്രിയും ബയോളജിയും ഫോക്കസ് കൊടുത്ത് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ച് നമ്മുടെ മോഡൽ എക്സാംസിന് എനിക്ക് ഫസ്റ്റ് ഇയറിൽ 350 to 400 450 ആ ഒരു റേഞ്ചൊക്കെ ആയിരുന്നു സ്കോർ എന്ന് പറയുന്നത്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഇയർ റിപ്പീറ്റ് ലൈഫ് കഴിഞ്ഞു. റിപ്പീറ്റിൻ്റെ സ്കോറൊക്കെ വന്നു. അങ്ങനെ ഓക്കെ, എന്തായാലും കിട്ടത്തില്ല എന്ന് ഉറപ്പിച്ചു. റിപ്പീറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ആൻഡ് അപ്പോൾ ഞാൻ എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു, ഒരിക്കലും ഓൺലൈനായിട്ട് പഠിക്കത്തില്ല. കാരണം ഡിസ്ട്രാക്ഷൻസ് ആണ്. എനിക്ക് മനസ്സിലായി. കാരണം ഓൺലൈൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയൊക്കെ ഡിസ്ട്രാക്ഷൻ, നമ്മൾ അത്രയ്ക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കണം. അല്ലാണ്ട് കാര്യമില്ല. അത്രയ്ക്ക് നല്ല ഫോക്കസ് വേണം. ഓൺലൈൻ സ്റ്റുഡൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഞാൻ 2 പ്രത്യേക വീഡിയോസ് ചെയ്യാം. ഓൺലൈൻ സ്റ്റുഡൻസിനും ഓഫ്ലൈൻ സ്റ്റുഡൻസിനുമായിട്ട് നമ്മൾ എന്തായാലും നല്ല ഫോക്കസ് കൊടുത്ത് തന്നെ ഓൺലൈൻ ആണെങ്കിൽ പഠിക്കണം. ഓഫ്ലൈൻ ആണെങ്കിലും അതേപോലെ തന്നെ നല്ല ഫോക്കസ് കൊടുത്ത് തന്നെ പഠിക്കണം. എനിക്ക് ഇത് പറയാൻ പറ്റും. കാരണം എനിക്ക് 2 എക്സ്പീരിയൻസ് ഉണ്ട്. ഐ ഹാവ് ദ എക്സ്പീരിയൻസ് ഓഫ് സ്റ്റഡിങ് ഇൻ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. ഓക്കെ, സോ ഓഫ്ലൈനിൽ ചേരാമെന്ന് വെച്ചാൽ അങ്ങനെ റിപ്പീറ്റായി. ഓഫ്ലൈനിൽ ചേർന്നു. ട്രിവാൻഡ്രം ആയിരുന്നു.
ട്രിവാൻഡ്രത്ത് പോയി കഴിഞ്ഞപ്പോൾ ഫുഡ് കുറച്ചധികം പ്രശ്നം ഉണ്ടായിരുന്നു ഫുഡിന്. പക്ഷേ എന്താ ക്യാമ്പസൊക്കെ അടിപൊളിയാണ്, സാറുമാരൊക്കെ അടിപൊളിയായിട്ട് പ്രൊഫസേഴ്സൊക്കെ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. പഠിച്ചു, അങ്ങനെ പഠിച്ച് വന്നതാണ്ടേ അങ്ങനെ ലാസ്റ്റ് മോഡൽ എക്സാം ഒക്കെ ആയ ടൈമിൽ എന്താ പറയുക ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കൊല്ലം സെൻറ്ററിലോട്ട് വന്നു. റെഫറൻസ് കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്തു. അങ്ങനെ പഠിച്ച് നമ്മൾ മോഡൽ എക്സാംസ് ഒക്കെ വന്നപ്പോൾ നേരെ മോഡൽ എക്സാമൊക്കെ എഴുതി. ബ്രില്യൻറ്റിൻ്റെ എല്ലാ മോഡൽ എക്സാംസും ഞാൻ എഴുതുമായിരുന്നു. അങ്ങനെ ബ്രില്യൻറ്റിൻ്റെ മോഡൽ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ കാണിച്ചില്ല. എല്ലാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ബുക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ ഫുൾ ഉണ്ട് കാര്യങ്ങളെല്ലാം. താഴെ കുറേ ഉണ്ട്, ഇവിടെ കുറേ ഉണ്ട്, ഷെൽഫിനകത്തൊക്കെ കുറേ ഉണ്ട്. സോ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് നീറ്റ് ഇങ്ങനെയൊക്കെയായി. എന്താ പറയുക, ലാസ്റ്റ് സ്കോർ ചെയ്തത്ര സ്കോർ പോലെ ഇവട്ടം കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്, ശരിക്കും ഡൗട്ടുണ്ട്. കാരണം ബയോളജി ഞാൻ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു ബ്രില്യൻ ജേർണി. ഓവറോൾ പറയുകയാണെങ്കിൽ അവിടുത്തെ പ്രൊഫസർമാരെയും സ്റ്റഡീസിൻ്റെയും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോസിൽ പറയാം. എൻ്റെ ഓവറോൾ ഒരു ബ്രില്യൻ ജേർണി ഇങ്ങനെയാണ് എൻ്റെ കാര്യം. കാരണം ഫസ്റ്റ് റിപ്പീറ്റ് ടൈമിൽ 2023 റിപ്പീറ്റ് ടൈമിൽ ഞാൻ 1 മന്ത് അവിടെ നിന്നു, പാലായിൽ നിന്നു. എന്നിട്ട് ഓൺലൈൻ ആയതിനു ശേഷം ഡേ സ്കോളർ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിലാണ് അറിയുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓൺലൈൻ ആവുമ്പോൾ നോക്കി, ഓൺലൈനായി അവർ ഓൺലൈൻ ആക്കി. എന്നിട്ട് പിന്നെ എന്താ പറയുക ഓൺലൈനായിട്ട് പഠിച്ചു, എക്സാം എഴുതി. അതിനുശേഷം റിപ്പീറ്റ് ട്രിവാൻഡ്രം ക്യാമ്പസിൽ ഓഫ്ലൈനായിട്ട് 7 to 8 months പഠിച്ചു. എന്നിട്ട് ഡേ സ്കോളറായിട്ട് കൊല്ലത്ത് ജോയിൻ ചെയ്തു. ഇത്രയാണ് ഓവറോൾ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സോ ഇതിനിടയ്ക്ക് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് വന്നിട്ടുണ്ട്. മോഡൽ എക്സാംസിൻ്റെ മാർക്സൊക്കെ ഭയങ്കര വേരിങ് ആയിരുന്നു. എനിക്ക് ഇപ്പം ലാസ്റ്റ് എഴുതിയതും എന്താ പറയുക ഭയങ്കര വേരിങ് ആയിരുന്നു. സ്കോറും കാര്യങ്ങളൊക്കെ ഭയങ്കര വേരിങ് ആയിരുന്നു. ഭയങ്കര ടഫായിട്ടൊക്കെ ഇടുമ്പോൾ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, മോഡൽ എക്സാം ബ്രില്യൻ്റ്, മോഡൽ എക്സാമിൻ്റെ അത്രയും ടഫ് നീറ്റ് എക്സാമിന് വരുമല്ലെന്ന്. പക്ഷേ വന്നത് അതിനെക്കാട്ടിയും ടഫായിട്ടുള്ളൊരു എക്സാം അല്ലായിരുന്നു ഈ വട്ടത്തെ നീറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ബ്രില്യൻ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ബ്രില്യൻ്റ് ജേർണി. ഓവറോൾ പ്രൊഫസർമാരുടെ ക്ലാസ്സൊക്കെ അടിപൊളിയാണ്. ബേസ് മുതൽ അവരെടുക്കും. അവരുടെ വീക്ക്ലി എക്സാംസ് ഒക്കെ സെറ്റാണ്. വീക്ക്ലി എക്സാംസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ഈ വട്ടം നീറ്റിന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. നീറ്റിന് എല്ലാവർക്കും നല്ല ടഫായിരുന്നു, എല്ലാവർക്കും പൊതുവേ നല്ല ടഫായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി. പിന്നെ എന്താ പറയുക ഇങ്ങനെയൊക്കെയായിരുന്നു എക്സ്പീരിയൻസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ, ബ്രില്യൻ്റ് ജേർണി ഇങ്ങനെയൊക്കെയായിരുന്നു. അതിന് മുമ്പ് ഇനിയുണ്ട് കുറേ കാര്യങ്ങളുണ്ട്. ക്യാമ്പസൊക്കെ അടിപൊളിയാണ്. പാലായാലും എന്താ പറയുക നമ്മുടെ ട്രിവാൻഡ്രം ആയാലും ക്യാമ്പസൊക്കെ അടിപൊളിയാണ്. പിന്നെ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് അടിപൊളിയാണ്. ഓൺലൈൻ ക്ലാസ്സിൽ ബേസ് മുതലൊക്കെ പഠിപ്പിക്കും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ എവിടെ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഒരു ഇത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂഷൻ പോകും. നമ്മൾ നോട്ട്സൊക്കെ ക്ലിയർ ആയിട്ട് എഴുതിയെടുക്കണം, നമ്മൾ പഠിക്കണം. മാക്സിമം എഫേർട്ട് ഇട്ട് പഠിച്ചില്ലെങ്കിൽ നീറ്റ് ക്രാക്കാൻ പോകുന്നില്ല. ഇനി അങ്ങോട്ട് ഇപ്പോൾ ഇത്രയും നാളിങ്ങനെ, ഇനി അങ്ങോട്ട് ഒട്ടും പോകുന്നില്ല. കാരണം ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആ ഒരു ലെവലൊക്കെ കണ്ടില്ലേ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. സോ ഓൾ ദി ബെസ്റ്റ്. ഇനി റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ടാവും, റിപ്പീറ്റ് ഒക്കെ ചെയ്യുന്നവർ താല്പര്യമൊക്കെ ഉള്ളവരുണ്ടാവും. എന്തൊക്കെയാണ് ഡൗട്ട്സ് കാര്യങ്ങൾ, കുറേ ഡൗട്ട്സ് നമ്മളെ കമൻറ്റ് സെക്ഷനിൽ നമ്മൾ കണ്ടു. അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കി തരാം. ഇതായിരുന്നു എൻ്റെ റിപ്പീറ്റ് ബ്രില്യൻ്റ് ജേർണി. 2 year ഓഫ് ബ്രില്യൻ്റ് ജേർണി ഇതായിരുന്നു. സോ ഇനി വരും വീഡിയോസിൽ എങ്ങനെയാണ് നമ്മൾ ബ്രില്യൻ്റ് ക്ലാസ്സസ് കാര്യങ്ങളെന്നൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ എന്താ പറയുക എൻ്റെ +1 +2 ലൈഫ്, പിന്നെ 10th വരെ എവിടെ പഠിച്ച ആ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നല്ല റെസ്പോൺസ് കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. സോ ഓക്കെ, ബൈ. അൽഹംദുലില്ലാ. ഇനി അടുത്ത വീഡിയോയിൽ നമ്മളുടെ ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാണെന്നായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ്സസ് ഒക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ. ഇതെൻ്റെ ഒരു ബ്രില്യൻ്റ് ജേർണിയുടെ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് എങ്ങനെയാണ് ബ്രില്യൻ്റ് ഫീൽ ചെയ്തത് എന്നുള്ളൊരു ടോപ്പിക്കായിരുന്നു. സോ താങ്ക് യു.